ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. സോ ഇന്നത്തെ വീഡിയോയിൽ SBI ക്ലർക്ക് മെയിൻസിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി, അതുപോലെ തന്നെ സോഴ്സസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ടും കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എനിക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ഞാൻ ഫ്രീ സോഴ്സസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ ടെലഗ്രാമും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എക്സാം പാറ്റേണിനെ കുറിച്ചിട്ട് സംസാരിക്കാം. എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിലിംസിന് ഉള്ളതുപോലെ തന്നെ ഇംഗ്ലീഷും ക്വാൻസും റീസണിങ്ങും ഉണ്ട്. ഇംഗ്ലീഷും ക്വാൻസും റീസണിങ്ങും ഇത് മൂന്നുമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉള്ള വേറൊരു ടോപ്പിക്കാണ് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 4 സബ്ജക്ട്സ് ആണ് മെയിൻസിന് മെയിനായിട്ടും ഉള്ളത്. ഓക്കെ, അതിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 40 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉള്ളത്, 40 മാർക്സ് ആയിരിക്കും ഉള്ളത്. ക്വാൻസിന് 50 ക്വസ്റ്റ്യൻ 50 മാർക്കായിരിക്കും ഉള്ളത്. ദെൻ റീസണിങ്ങിന് 50 ക്വസ്റ്റ്യൻ 60 മാർക്ക്. ദെൻ ജനറൽ അവയർനെസ്സിന് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ടോട്ടൽ 190 ക്വസ്റ്റ്യൻ 200 മാർക്സും ഡ്യൂറേഷൻ 2 അവറും 40 മിനിറ്റും. അങ്ങനെ ഇത്രയുമാണ് നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 200ലാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 190 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയുമാണ് SBI ക്ലർക്കിൻ്റെ മെയിൻസിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ്. ഞാൻ പല സോഴ്സസ് നോക്കിയിട്ടും കേരള സ്റ്റേറ്റിൻ്റെ തന്നെയായിട്ടുള്ള കട്ട് ഓഫ് എനിക്ക് അവൈലബിൾ ആയില്ല. അതുകൊണ്ട് തന്നെ ഒരു കട്ട് ഓഫ് റേഞ്ച്, ജനറൽ കാറ്റഗറിയുടെ ഒരു കട്ട് ഓഫ് റേഞ്ച് എന്താണെന്ന് പറയാം. 70 ടു ഒരു 85, ഒരു ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു 70യും ഹയസ്റ്റ് ആയിട്ടൊരു 85, അതിനടുത്തുമായിട്ടാണ് നമ്മളുടെ SBI ക്ലർക്കിൻ്റെ മെയിൻസ് ലെവൽ കട്ട് ഓഫ് വരുന്നത് ഔട്ട് ഓഫ് 200. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ അത്രയും ഉള്ളല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലെവൽ, എക്സാമിൻ്റെ ലെവൽ എന്ന് പറയുന്നത് കുറച്ചൊരു ഹയർ ലെവൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. കട്ട് ഓഫ് റേഞ്ച് ചെയ്യുന്നത് 70 മുതൽ 85 വരെ ആയിരിക്കും. ഇത്തവണ വേക്കൻസീസ് ഉള്ളത് കൊണ്ട് തന്നെ കട്ട് ഓഫ് ലാസ്റ്റ് ഇയറിനേക്കാൾ കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കട്ട് ഓഫിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ മെയിൻസിൻ്റെ എക്സാം എന്നായിരിക്കും എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും കാണും. അത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഓൾറെഡി തന്നെ തന്നിട്ടുണ്ട്, 10 ഏപ്രിൽ. ഓക്കെ, അപ്രോക്സിമേറ്റ് 10 ഏപ്രിൽ തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി എക്സാം നടക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇനിയും ഓൾമോസ്റ്റ് 1 മന്ത് എന്താണ് മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടുണ്ട്. റിസൾട്ട് വന്ന് കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ 10 ദിവസത്തിൽ കൂടുതലൊന്നും നമുക്ക് എക്സാമിന് വേണ്ടി കിട്ടുകയില്ല. അത് വളരെ കുറവ് ടൈമാണ്. അതിനുള്ളിൽ ഇത്രയും വാസ്റ്റ് സിലബസ് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ടഫായിട്ടുള്ളൊരു കാര്യമാണ്. സോ മുൻപോട്ട് വേറെ പ്രിലിംസ് ഒന്നും ഫോക്കസ് ചെയ്യാനില്ലാത്തവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെയിൻസിന് ഫുൾ ഫോക്കസ് കൊടുക്കുക. കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള ക്വാൻസും റീസണിങ്ങിനും എല്ലാം നല്ല പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു മെയിൻസിന് അത് ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പോലും നെക്സ്റ്റ് ഇനി നമ്മളുടെ എക്സാം കലണ്ടറൊക്കെ ഔട്ടായിട്ടുണ്ട്. ഇനിയും ധാരാളം എക്സാംസ് മുൻപോട്ടുണ്ട്. ഓക്കെ, ഈ ഇയറിലെ എക്സാംസ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മെയിൻസിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. പ്രിലിംസ് ഒക്കെ ഒരു 60+ അല്ലെങ്കിൽ ഒരു 65+ അറ്റംപ്റ്റ്സ് ഉള്ളവർ, അതുപോലെ തന്നെ ഫുൾ ആക്യുറസി ഒരു 90+% കിട്ടുമെന്ന്, 60 ഒക്കെ ആണെങ്കിൽ ഒരു 90+ ആണെങ്കിലും അതല്ലാണ്ട് കുറേ കൂടെ അറ്റംപ്റ്റ്സ് ഉള്ളവർ, നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ മെയിൻസിന് വേണ്ടി പഠിച്ചു പോകണം. ടൈം വളരെ കുറവാണ്. ഓക്കെ, ദെൻ ഈ ഒരു 10 ഏപ്രിലിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം എക്സാം പഠിക്കാൻ തുടങ്ങാൻ. അതുപോലെ തന്നെ ഒരു 100+ മാർക്സ് ഫോക്കസ് ചെയ്ത് വേണം മെയിൻസ് ലെവലിലോട്ട് പഠിക്കാൻ തുടങ്ങാൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ്ജക്ട്സിനെ കുറിച്ചിട്ട് പറയാം. ഫസ്റ്റ് വണ്ണാണ് ക്വാൻസ്. ക്വാൻസിൽ പ്രിലിംസിലെ പോലെ തന്നെ സ്പീഡ് മാത്സും അതുപോലെ തന്നെ DIയും, സ്പീഡ് മാത്സും DIയും അരിത്മെറ്റിക്കും, ഈ 3 കാര്യങ്ങൾ തന്നെയാണ് മെയിൻസ് ലെവലിലും ഉള്ളത്. നമ്മൾ പറഞ്ഞു 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 50 ക്വസ്റ്റ്യൻസ് 45 മിനിറ്റ്സ് ആയിരിക്കും ടൈം ഡ്യൂറേഷൻ ഉള്ളത്. ആ ഒരു ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കണം.
ദെൻ പ്രിലിംസ് പോലെ തന്നെ പ്രിലിംസ് പോലെ ഇവിടെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയുള്ള കാര്യമില്ല. മെയിൻസ് ലെവൽ ആയതുകൊണ്ട് കുറച്ചുകൂടി കോൺസെപ്റ്റ് ബേസ്ഡ് കാര്യങ്ങളായതുകൊണ്ട് തന്നെ കുറച്ച് ഹയർ ലെവലായിരിക്കും. അതുകൊണ്ട് കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരുന്നത്. ദെൻ സ്പീഡ് മാത്സിൽ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ അതൊക്കെ തന്നെ വരാം. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഈ വക കാര്യങ്ങളൊക്കെ വരും. ബട്ട് അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ക്വാഡ്രാറ്റിക് ഒക്കെ ചെയ്യുമ്പോൾ റൂൾസ് വെച്ചിട്ട് ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണും. ഒരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനെ ഫോളോ ചെയ്ത് കാണും. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലും അതുപോലെ തന്നെ ഇപ്പോൾ റോങ് നമ്പർ സീരീസ് ഒക്കെ തന്നിട്ടാണെങ്കിൽ സീരീസ് തന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസ് അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ വരാം. ഓക്കെ, അപ്പോൾ സ്പീഡ് മാത്സിൽ വരുമ്പോഴും നമ്മളുടെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ എന്ന് പറയുന്നത് PO പ്രീ പോലെയുള്ള ഒരു ലെവലായിരിക്കും ക്ലർക്ക് മെയിൻസിന് വരുന്ന സ്പീഡ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും പ്രാക്ടീസ് ചെയ്യണം. ഇതുവരെ മെയിൻസിലോട്ട് എത്തിച്ചേർന്നിട്ടില്ലാത്തവരാണെങ്കിൽ അതുപോലുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് കണ്ട് മനസ്സിലാക്കി അത് ചെയ്യാൻ പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് റിയൽ എക്സാം വരുമ്പോൾ അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് ആണ് DI. ക്വാൺസിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള വേറൊരു സെക്ഷനാണ് DI എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡ് മാത്സും DIക്കും നല്ല ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 20+ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മെയിൻസ് ലെവലിൽ ഒരു 20+ അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. സോ കൂടുതൽ ഫോക്കസും DIക്കും സ്പീഡ് മാത്സിനും തന്നെ കൊടുക്കുക. DI തന്നെ അരിത്തമെറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള DIs വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ തന്നെ ടൈം ആൻഡ് വർക്ക്, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, പ്രോബബിലിറ്റി ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള DIസിൻ്റെ സെറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിന് 4 DIs ആയിരിക്കും വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ഈ ഇയറിൽ വേരി ചെയ്യാൻ ചാൻസസ് ഉണ്ട്. എന്നാലും ലാസ്റ്റ് ഇയർ ട്രെൻഡ്സ് വെച്ചിട്ട് 4 DIs ആണ് വരാനുള്ളത്. അത് അപ്രോക്സിമേറ്റ് നമുക്ക് 20 മാർക്സ് നേടിത്തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ DIs നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിന് ഉള്ള സോഴ്സസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ദെൻ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള DIസും അതുപോലെ തന്നെ ലോജിക്കൽ DIs, നമ്മളുടെ ചാർട്ട്, ബാർഗ്രാഫ്, അതുപോലെ തന്നെ പൈ ചാർട്ട് അതുപോലുള്ള യൂസ് ചെയ്തിട്ടുള്ള ലോജിക്കൽ DIസും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ പ്രിലിംസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള DIs ആയിരിക്കും മെയിൻസ് ലെവലിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് അരിത്തമെറ്റിക്. അരിത്തമെറ്റിക് ഒരു 15 to 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അരിത്തമെറ്റിക്കിൽ വരുന്നത്. അതിൽ നമ്മളുടെ വേർഡ് പ്രോബ്ലംസ് വരാം. ദെൻ പ്രിലിംസിൽ ക്വാണ്ടിറ്റി 1 ക്വാണ്ടിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഡേറ്റ സഫിഷ്യൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസും വരാറില്ല. ബട്ട് മെയിൻസിൽ ക്വാണ്ടിറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഡേറ്റ സഫിഷ്യൻസി ടൈപ്പ് ക്വസ്റ്റ്യൻസും വരും. സോ അത് അത് പൊതുവെ കുറച്ചുകൂടി ഒരു ഈസി ലെവലായിരിക്കും. അപ്പോൾ അത് പഠിച്ചിട്ടില്ല എന്ന് കരുതി അപ്രോച്ച് ചെയ്യാതിരിക്കരുത്. ആ ഒരു ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എക്സാം ടൈമിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ കുറച്ചുകൂടി അപ്രോച്ച് ചെയ്യാൻ നമ്മൾക്ക് ടൈം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വാൺസിൽ മെയിനായിട്ടും പഠിക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് ആണ് റീസണിങ്. ഓക്കെ, അപ്പോൾ റീസണിങ്ങിലോട്ട് പോകുന്നതിന് മുൻപ് ക്വാൺസിന് വേണ്ടിയിട്ടുള്ള സോഴ്സസ് എന്തൊക്കെയാണ് എന്ന് കൂടി പറഞ്ഞു തരാം. ഞാൻ മെയിനായിട്ടും ഫോളോ ചെയ്യുന്നത് കൗശിക് സാറിനെയാണെന്ന് അറിയാമല്ലോ. എൻ്റെ വീഡിയോസ് മുൻപ് കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ കൗശിക് സാറിനെയാണ് ഫോളോ ചെയ്യുന്നത്. സോ ഇപ്പോഴും ഞാൻ മെയിൻസ് ലെവലിലും കൗശിക് സാറിനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സാറിൻ്റെ പ്രീവിയസ് ഇയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ എക്സാം ലെവൽ ക്വസ്റ്റ്യൻസും അതുപോലുള്ള വീഡിയോ സോഴ്സസ് ഫ്രീ ആയിട്ട് ധാരാളം അവൈലബിൾ ആണ്. ഞാൻ ആ സോഴ്സസ് ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഐ വിൽ ഷോ യു ദാറ്റ്. സോ ലുക്ക് ഹിയർ, ഞാൻ കൗശിക് സാറിൻ്റെ ക്ലാസ്സസ് ഇപ്പോൾ കറൻറ്റായിട്ട് ഞാനിത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ലാസ്സസിൽ നമുക്ക് ആ ഒരു ക്വാൺസ് ലെവൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ആ സാർ നമുക്ക് പഠിപ്പിച്ചു തരും. ഓക്കെ, അതല്ലാണ്ട് തന്നെ ഹർഷൽ സാറുണ്ട്. ഹർഷൽ സാറിൻ്റെ ക്ലാസ്സസും വളരെ നല്ല ക്ലാസ്സസാണ്. പല അഭിപ്രായങ്ങളും കണ്ടിട്ടുണ്ട്. ബട്ട് എനിക്ക് പേഴ്സണലി കൗശിക് സാറാണ് ഫേവറബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. ദെൻ അതുപോലെ തന്നെ ആശിഷ് സാറുണ്ട്. ആശിഷ് സാറിൻ്റെ ക്ലാസ്സസും ഞാൻ ചിലപ്പോഴൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. അതും നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സാറും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ലുക്ക്, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള DIയുടെ സെറ്റിന് വേണ്ടിയിട്ട് തന്നെ ഓരോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഈ ക്ലാസ്സസ് ഒക്കെ ഇപ്പോൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സോഴ്സസ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രാക്ടീസ് കിട്ടുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് ആണ് ആശിഷ് സാറുണ്ട്. ദെൻ കൗശിക് സാറുണ്ട്.
ദെൻ നെക്സ്റ്റാണ് ഹർഷൽ സാർ. ഈ 3 ടീച്ചേഴ്സുമാണ് മെയിൻസിന് എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത്. ദെൻ അക്കാഡമിയിൽ അരുൺ സാറുണ്ട്. അരുൺ സാറിനെ ഫോളോ ചെയ്യുന്നവർ കാണും. അതും നല്ല ക്ലാസ്സസാണ്. ഞാൻ ഇടയ്ക്ക് ഫോളോ ചെയ്തിട്ടുണ്ട്, ബട്ട് എപ്പോഴുമില്ല, എന്നാലും ഇടയ്ക്ക് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. സാറിൻ്റെയും മാരത്തൺ ക്ലാസ്സസൊക്കെ അവൈലബിൾ ആണ്. ദെൻ ഇതിലൊക്കെ നിങ്ങളൊരു ബിഗിനറായിട്ടാണ് മെയിൻസ് ലെവലിൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഓരോ ക്ലാസ്സസ് വെച്ച് ഫോളോ ചെയ്ത് നോക്കുക. എന്നിട്ട് ഏത് ക്ലാസ്സാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, ഒന്നാമത് നമ്മൾ നോൺ ഹിന്ദി സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ മലയാളം മനസ്സിലാവുന്നത് പോലെ ഹിന്ദി ക്ലാസ്സസ് മനസ്സിലാവാൻ കുറച്ച് പാട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ടീച്ചേഴ്സിൻ്റെ ഹിന്ദിയാണോ മനസ്സിലാവുന്നത് അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ദെൻ മലയാളത്തിൽ അങ്ങനെ ക്ലാസ്സസ് വളരെ കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഹിന്ദി ക്ലാസ്സസ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് റീസണിങ്ങിനെ കുറിച്ചിട്ട് പറയാം. ഓക്കെ, റീസണിങ്ങിൽ പ്രീ ലെവലിൽ നമ്മൾക്ക് മിസലേനിയസും അതുപോലെ തന്നെ പസിൽസ് ആൻഡ് സീറ്റിംഗ്, അങ്ങനെ 2 ഏരിയാസ് മാത്രമാണ് റീസണിങ്ങിനുള്ളത്. അതുപോലെ തന്നെ പ്രീ ലെവലിലെ റീസണിങ് ഓൾമോസ്റ്റ് എല്ലാവർക്കും എളുപ്പമായിട്ടായിരിക്കും ഉള്ളത്. ഓക്കെ. ബട്ട് നമുക്ക് മെയിൻസ് ലെവലിൽ വരുമ്പോൾ മിസലേനിയസും പസിൽസും സീറ്റിങ്ങും അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഒരു ഏരിയയും കൂടെ മെയിൻസ് ലെവലിൽ വരും. ഓക്കെ. ദെൻ മിസലേനിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു 10 to 13 ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിസലേനിയസ് ടോപ്പിക്സിൽ വരുന്നത്. മിസലേനിയസ് ടോപ്പിക്സ് ഏതൊക്കെയാണ്? സിലോജിസം ഉണ്ട്, ദെൻ ഇനീക്വാളിറ്റി ഉണ്ട്, ബ്ലഡ് റിലേഷൻ ഉണ്ട്, ദെൻ ഡാറ്റ സഫിഷ്യൻസി. അതും മെയിൻസിൽ വരുന്നൊരു കാര്യമാണ് ഡാറ്റ സഫിഷ്യൻസി. ക്വാൻസിലും റീസണിങ്ങിലും മെയിൻസിൽ ഇൻക്ലൂഡ് ആവുന്നൊരു കാര്യമാണ് ഡാറ്റ സഫിഷ്യൻസി എന്ന് പറയുന്നത്. ദെൻ സിലോജിസം, ഇനീക്വാളിറ്റി, ബ്ലഡ് റിലേഷൻ, ഇതിൻ്റെയൊക്കെ കോഡഡ് ഫോമിലായിരിക്കും വരുന്നത്. ഓക്കെ. പ്രിലിംസിൽ സാധാ രീതിയിലുള്ള സിലോജിസംസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ വരുന്നത് കോഡഡ് സിലോജിസം ആയിരിക്കും, കോഡഡ് ഇനീക്വാളിറ്റീസ് ആയിരിക്കും, കോഡഡ് ബ്ലഡ് റിലേഷൻ ആയിരിക്കും, അങ്ങനെയായിരിക്കും വരുന്നത്. ദെൻ അതുകൂടാതെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, മെഷീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആ ടോപ്പിക്ക് ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സെറ്റ് സോൾവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക് ടു ബാക്ക് ആയിട്ടുള്ള 5-6 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് അറ്റംപ്റ്റ് ചെയ്ത് ആ ഒരു സെറ്റ് നമുക്ക് മാർക്സ് സ്കോർ ചെയ്ത് തരുന്നതായിരിക്കും. സോ മെഷീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക്കാണ്. ക്ലർക്ക് ലെവൽ ആയതുകൊണ്ട് വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള പസിൽസ് വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള സീരീസ് വരുന്ന അത് കുറവായിരിക്കും. സോ ദെൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പുനീത് സാറിനെയാണ്. എൻ്റെ ബേസിക്സ് ഒക്കെ ഞാൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിൻ്റെ ക്ലിയർ ചെയ്തത് പുനീത് സാറിൻ്റെ ക്ലാസ്സസിൽ നിന്നാണ്. അത് അക്കാഡമിയിലെ ക്ലാസ്സസ് ആണ്. സോ നിങ്ങൾക്കും അത് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ആണ് ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് ഇപ്പോൾ റീഡിംഗ് കോംപ്രഹെൻഷനൊക്കെ നല്ല രീതിയിൽ മാർക്സ് സ്കോർ ചെയ്യുന്നവരാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷൊക്കെ നല്ല സ്ട്രോങ് ആണെങ്കിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതാത്ത ഒരു ഏരിയ ആണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. ഒരേ സമയം മാർക്ക് തരാനും മാർക്ക് കളയാനും നമുക്ക് ഒരേ സമയം മാർക്ക് തന്നെ നമ്മൾക്ക് കളയുകയും ചെയ്യും. അതുപോലെ തന്നെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും മാർക്സ് നമ്മൾക്ക് തരികയും ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. അതിലൊരു 8 to 10 ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. ഇൻഫറൻസ് ബേസ്ഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ കൺക്ലൂഷൻസ്, അങ്ങനെ പലതരം ഉള്ള കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഈ ലോജിക്കൽ റീസണിങ്ങിൽ. അത് ഒരു ഏരിയ തന്നെയാണ്. അതിന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹർഷൽ സാറിൻ്റെ ലോജിക്കൽ റീസണിങ് ഉണ്ട്. അതുപോലെ തന്നെ സോ ലുക്ക്, ഇതാണ് ഹർഷൽ സാറിൻ്റെ ക്രിട്ടിക്കൽ റീസണിങ്ങിൻ്റെ ക്ലാസ്സസ്. അതുപോലെ തന്നെ സൗരവ് സാറിൻ്റെ ഉണ്ട്. ഇവിടെ അസംഷൻ, ആർഗ്യുമെൻറ്റ്, കോഴ്സ് ഓഫ് ആക്ഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. അപ്പോൾ ഒക്കെ ഫോളോ ചെയ്ത് സൗരവ് സാറിനെയൊക്കെ നല്ല രീതിയിൽ മനസ്സിലായിട്ടുള്ളവർക്ക് ഈ ക്ലാസ്സസ് ഫോളോ ചെയ്യാവുന്നതാണ്. ഹർഷൽ സാറിൻ്റെ ക്ലാസ്സസ് നല്ല ഹെൽപ്ഫുൾ ആണെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഉള്ള ഒരാളാണ് സ്റ്റഡി നീതിയിലുള്ള സാറിൻ്റെ പേര് ഞാൻ മറന്നുപോയി, കപിൽ കാത്പാൽ സാറ്. സാറിൻ്റെ ക്ലാസ്സസും നല്ലൊരു അഭിപ്രായം ഉള്ള ക്ലാസ്സസാണ്. സോ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഫോളോ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വിജയ് മിശ്ര എന്ന് പറയുന്ന സാറുണ്ട്. അങ്ങനെ പല സോഴ്സസും നമ്മൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം മാർക്സ് നല്ല രീതിയിൽ അത് നമുക്ക് നെഗറ്റീവ് വരുത്താനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അതാണ് ലോജിക്കൽ റീസണിങ് ക്ലാസ്സസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ട് എങ്കിൽ, ഇപ്പോൾ ഏതായാലും റിസൾട്ട്സ് ഒന്നും പബ്ലിഷ് ആയിട്ടില്ല. സോ ഇപ്പോൾ ആവശ്യത്തിന് ടൈം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സസ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാവുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, അത് പഠിച്ചാൽ മതി.
അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് പസിൽസ് ആൻഡ് സീറ്റിംഗ്. പസിൽസ് ആൻഡ് സീറ്റിംഗ് എന്ന് പറയുന്നത് പ്രിലിംസ് പോലെ തന്നെ വളരെ എന്താണ് ക്രൂഷ്യലായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് പസിൽസ് ആൻഡ് സീറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഏകദേശം ഒരു 20 to 25 ക്വസ്റ്റ്യൻസ് തന്നെ പസിൽസിൽ നിന്നും വരാവുന്നതാണ്. ബട്ട് ഇവിടുത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സാധാ പ്രിലിംസ് ലെവൽ പസിൽസ് പോലല്ല, കുറച്ചുകൂടി എന്താണ് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പസിൽസ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി മിസലേനിയസ് ടോപ്പിക്സിനെയും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ റീസണിങ് ടോപ്പിക്സിനെയും അവോയ്ഡ് ചെയ്ത് പസിൽസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ മേ ബി നമ്മൾ അതിൽ സ്റ്റക്കായി പോയാൽ ആ ഒരു എന്താണ് റീസണിങ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ തന്നെ നമുക്ക് ചിലപ്പോൾ എന്താണ് ഭയങ്കര മോശമായി പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലോജിക്കൽ റീസണിങ് ഇത് അഥവാ കോംപ്രഹെൻഡ് ചെയ്യാൻ എളുപ്പമില്ലാത്തവരാണെങ്കിൽ പോലും ആ ഒരു ഏരിയ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിച്ച് മുൻപോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നൊരു 8 to 10 മാർക്സ് മേടിക്കാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ മിസലേനിയസ് ടോപ്പിക്സും പഠിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു 10 to 13 മാർക്സ് മേടിക്കാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് പസിൽസ് ആൻഡ് സീറ്റിംഗ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. ദെൻ മേ ബി ഒരു 1-2 പസിൽസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ മാർക്സിൻ്റെ കൂടെ അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് ഓക്കെ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമേ പസിൽസിനും സീറ്റിങ്ങിനും ടൈം കൊടുക്കാതെ മിസലേനിയസ് ടോപ്പിക്സിനും ലോജിക്കൽ റീസണിങ്ങും അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റീസണിങ് ഈ ഏരിയയിൽ കുറച്ചുകൂടി ഒരു ഫോക്കസ് ചെയ്ത് പഠിച്ചു വരികയാണെങ്കിൽ അതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും റീസണിങ്ങിൽ. ഓക്കെ, ദെൻ ഇത്രയുമാണ് പറയാനുള്ളത് റീസണിങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ റീസണിങ്ങിനെ ഫോളോ ചെയ്യുന്ന പുനീത് സാറിനെയാണ്. അതല്ലാണ്ട് നിങ്ങൾക്ക് അങ്കുഷ് ലംബ സാറിനെയോ അതുപോലെ വേറെ ആരെ വേണമെങ്കിലും ഫോളോ ചെയ്യാം. കണ്ടു നോക്കുക. ഓക്കെ, മുൻപ് ക്വാൺസിന് പറഞ്ഞതുപോലെ കണ്ടു നോക്കുക പല വീഡിയോസ്. അതിലേതാണ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അത് ഫോളോ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ആണ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് എന്താണ് ഓൾമോസ്റ്റ് എല്ലാവരുടെയും എല്ലാ ആസ്പിറൻസിൻ്റെയും ഒരു പേടി സ്വപ്നമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പലരുടെയും ഡൗട്ടാണ് 1 ഇയറിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കണോ, അതോ 6 മന്ത്സിലെ മതിയോ, അതോ 4 മന്ത്സിലെ മതിയോ, എങ്ങനെയാണ് പഠിക്കേണ്ടത്, വീക്ക്ലി ആണോ, ഡെയിലി ആണോ, മന്ത്ലി ആണോ, അതോ കംപ്രസ്ഡ് ഫോമിലുള്ളതാണോ, അങ്ങനെ പല ഡൗട്ട്സും കാണും. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 50 ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ ഉള്ളത്. അതിൽ ഒരു 80 to 90% 6 മന്ത്സിലെ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ ബാക്കി ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടി ഒരു 1 ഇയറിൽ അടുത്തുള്ള ഒരു കറണ്ട് അഫയേഴ്സ് വരുന്നത്. അപ്പോൾ അത്രയും എന്താണ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു 1 ഇയറിലെ ഫുൾ കറണ്ട് അഫയേഴ്സ് നമ്മൾക്ക് എന്താണ് റീകളക്ട് ചെയ്യുക, അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, ബാക്കി സബ്ജക്ട്സ് പഠിക്കുക, ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് മോസ്റ്റ് പ്രിഫറബിൾ ആയിട്ടും 6 മന്ത്സിലെ കറണ്ട് അഫയേഴ്സ് എന്ന് എല്ലാവരും എന്താണ് പറയുന്നത്. അത് തന്നെയാണ് എനിക്കും സജസ്റ്റ് ചെയ്യാനുള്ളത്. എന്താണ് 6 മന്ത്സിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കുക. നിങ്ങൾക്ക് അതിനും ടൈം ഇല്ല എങ്കിൽ 4 മന്ത്സിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കുക. പഠിക്കുന്നത് എന്താണോ അത് നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് ക്വിസസ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒരു മാസത്തിലെ കറണ്ട് അഫയേഴ്സ് മൊത്തം പഠിച്ചു, അത് മാറ്റി വെച്ചു, ദെൻ നെക്സ്റ്റ് എടുത്തു, അങ്ങനെയല്ല. ഓക്കെ, പഠിച്ചത് എന്താണോ അതിനെ കൂടുതലായിട്ടും റിവൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മളുടെ ബ്രെയിനിൽ അത് റീകളക്റ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എത്ര മാസത്തിലെ പഠിക്കുകയാണെങ്കിലും ആ പഠിക്കുന്നതിനെ കറക്റ്റായിട്ടും ക്വിസസിൻ്റെ ഫോമിലോ അല്ലെങ്കിൽ ജസ്റ്റ് വായിച്ച് നോക്കിയാണെങ്കിലും ഒന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ദെൻ അതുകൊണ്ട് തന്നെ 1 ഇയറിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ നിൽക്കേണ്ട, 6 മന്ത്സിലെ കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ മതി. അത് നല്ല രീതിയിൽ റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ കറണ്ട് അഫയേഴ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ബാങ്കിങ് അവയർനെസ്, അതുപോലെ തന്നെ സ്കീംസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസസ്, ദെൻ RBI, SBI, സെബി, നബാർഡ് ഇതുപോലുള്ള റിലേറ്റഡ് ന്യൂസസ്, ദെൻ എന്താണ് ഇൻ്റർനാഷണൽ അഫയേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കേണ്ടത്. ബുക്സ് ആൻഡ് ഓതേഴ്സ്, അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, ദെൻ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, ഇതിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് വന്നാലായി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. സോ അതുകൊണ്ട് അതൊക്കെ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എപ്പോഴും എന്താണ് സ്മാർട്ട് സ്റ്റഡി നടത്തുന്നതാണ് എന്താണ് നമ്മളുടെ ടൈം ലാഭിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ ടൈം ഉണ്ടെങ്കിൽ പഠിച്ചോളൂ. അതല്ല ഇനി ഒരു മന്ത് മാത്രം കറണ്ട് അഫയേഴ്സ് ആദ്യമായിട്ട് എടുക്കുന്നവരാണെങ്കിൽ അതിലോട്ടൊന്നും മുതിരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ദെൻ സ്റ്റാറ്റിക് അവയർനെസ് ഒരു എന്താണ് 90% ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നാണെങ്കിലും ബാക്കി 10% വരുന്നത് സ്റ്റാറ്റിക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഒന്നെങ്കിൽ നാഷണൽ പാർക്ക്, അതല്ലെങ്കിൽ ഇന്ന കൺട്രിയുടെ
ക്യാപിറ്റൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അത് നിങ്ങൾ പഠിച്ചു പോകുന്ന ഏരിയാസിൽ നിന്നുള്ള സ്റ്റാറ്റിക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയ പഠിക്കുകയാണ്, ഇപ്പോൾ സെബി പഠിക്കുകയാണെങ്കിൽ സെബി റിലേറ്റഡ് ന്യൂസ് ആണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ സെബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നും അതിൻ്റെ ചെയർമാൻ ആരാണെന്നും ഉള്ള ഡീറ്റെയിൽസ് അതിൽ തന്നെ തരുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസും ഒന്ന് ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ സ്റ്റാറ്റിക് അവയർനെസ്സിലും നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ടൈപ്പ് സോഴ്സസ് ആണ് വേണ്ടത്. ഒന്നൊരു PDF സോഴ്സ് വേണം, ദെൻ ഒരു വീഡിയോ സോഴ്സ് വേണം, ദെൻ ഒരു ക്വിസിനൊരു സോഴ്സ് വേണം. ഓക്കെ, എൻ്റെ കേസിൽ ഞാൻ വീഡിയോ സോഴ്സ് വളരെ കുറവായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മെയിനായിട്ടും PDF സോഴ്സിനെയാണ് റിലേ ചെയ്യുന്നത്. ദെൻ ഞാൻ ഫോളോ ചെയ്യുന്നത് അഫയേഴ്സ് ക്ലൗഡാണ്. ഓക്കെ, അത് അഫയേഴ്സ് ക്ലൗഡിൽ വീക്ക്ലി ആണ് ഫോളോ ചെയ്ത് വന്നിരുന്നത്, ബട്ട് ഇടയ്ക്കൊക്കെ ലാഗായി പോയിട്ടുണ്ട്. ദെൻ ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്നെങ്കിൽ വീക്ക്ലിയോ അല്ലെങ്കിൽ മന്ത്ലിയോ പഠിക്കാൻ ശ്രമിക്കുക. ദെൻ ഡെയിലിയിലോട്ട് ഇപ്പോൾ പോകാൻ നിൽക്കേണ്ട, കാരണം അത് ഭയങ്കര ഹെക്റ്റിക്കായി പോകും. സോ ഒന്നെങ്കിൽ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി, ഇതിൽ ഏതെങ്കിലും വേണം ഫോക്കസ് ചെയ്യാൻ. ദെൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത് അഫയേഴ്സ് ക്ലൗഡാണ്. അത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്, അതുകൊണ്ടാണ് അത് പറയുന്നത്. അതല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൈഡ്ലിയുടെ PDFs അവൈലബിൾ ആണ്, ദെൻ ക്രോസ് വേർഡിൻ്റെ PDFs അവൈലബിൾ ആണ്. ദെൻ അഫയേഴ്സ് ക്ലൗഡ് അല്ലാണ്ട് സ്മാർട്ട് കീഡാടെ CA മോക്ക് ഡ്രിൽ, അത് നല്ലൊരു സോഴ്സാണ്, അതൊരു പെയ്ഡാണ്. ഇനിയുള്ള ഒരു ടൈമിന് വേണ്ടിയിട്ട് പെയ്ഡ് സോഴ്സസ് ഒന്നും പർച്ചേസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഉള്ള സോഴ്സസ് വെച്ചിട്ട് ധാരാളം പഠിച്ചത് കൂടാതെ അതിനെ റിവൈസ് ചെയ്യുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചതിനെ റീറ്റെയിൻ ചെയ്തിരിക്കാൻ പറ്റുന്നതായിരിക്കും. സോ വീഡിയോ സോഴ്സായിട്ട് ഒന്നെങ്കിൽ അഫയേഴ്സ് ക്ലൗഡിൻ്റെ തന്നെ വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആണ്, ഓരോ വീക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ക്ലാസ്സസ് കാണുന്നത് നല്ലതാണ്. അതല്ലാതെ അഡ്ഡായിൽ ആഷിഷ് സാറിൻ്റെ ക്ലാസ്സസ് ഉണ്ട്, അത് ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. അത് പോസിറ്റീവ് റിവ്യൂ ഉള്ളൊരു ക്ലാസ്സാണ്, അത് കാണാം. അതല്ലെങ്കിൽ കപിൽ കാത്പാൽ സാറിൻ്റെ ക്ലാസ്സസ് ഉണ്ട്, അതും നല്ലൊരു റിവ്യൂ ഉള്ള ക്ലാസ്സസ് ആണ്. എനിക്കത് കൂടുതലും മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നുന്നു, അതുകൊണ്ട് ഞാനത് ഫോളോ ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഏത് സോഴ്സസ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഏത് സോഴ്സ് ആണെങ്കിലും ഒരു 2 സോഴ്സ് ഉള്ളത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അഫയേഴ്സ് ക്ലൗഡിൻ്റെ കൂടെ ഒന്നെങ്കിൽ ഗൈഡ്ലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അപ്പോൾ ടോപ്പിക്സ്, അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ളത് അഫയേഴ്സ് ക്ലൗഡിൽ നിന്ന് പഠിച്ചിട്ട് ക്വിസസ് ചെയ്യുന്നത് വേറൊരു സോഴ്സിൽ നിന്നാകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വിസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽസ് ഈ അഫയേഴ്സ് ക്ലൗഡിൽ നിന്ന് അല്ലാതെയും കൂടെ കിട്ടാം. സോ അതുകൊണ്ട് ഒരു 2 സോഴ്സസ് ഉള്ളത് നല്ലതായിരിക്കും. ദെൻ ക്വിസസ് നമ്മൾക്ക് ഫ്രീ ആയിട്ട് ധാരാളം സോഴ്സസ് ഉണ്ട്. സ്മാർട്ട് കിഡാടെ തന്നെ ഫ്രീ ക്വിസസ് അവൈലബിൾ ആണ്, ദെൻ ഗൈഡ്ലിയിൽ ഫ്രീ ക്വിസസ് അവൈലബിൾ ആണ്. ദെൻ അതല്ലാതെ യൂട്യൂബിലൊക്കെയും ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ആണ് ക്വിസിൻ്റെ ഫോമിൽ. ദെൻ മാരത്തോൺ ക്ലാസ്സസ് അവൈലബിൾ ആണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയുമാണ് ജനറൽ അവയർനെസ്സിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ആയിരിക്കും നമ്മളുടെ മാർക്സിനെ ഡിസൈഡ് ചെയ്യുന്നത്. അതിൽ നല്ല സ്കോർസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു എഡ്ജ് മെയിൻസിൻ്റെ എക്സാമിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷിൻ്റെ കേസിൽ എപ്പോഴും സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് റീഡിങ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഒരു ഗ്രാമർ റൂൾസ് ഇല്ലാതെ പോലും ചിലപ്പോൾ റീഡിങ് ചെയ്യുമ്പോൾ നല്ല ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാനുള്ള രീതികൾ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, എനിക്ക് NIACL അസിസ്റ്റൻറ്റിന് 27.75 മാർക്സ് ആയിരുന്നു ഉള്ളത് 28 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തതിൽ. ഓക്കെ, പ്രിലിംസിൽ. സോ അതിന് എനിക്ക് അത്രയും മാർക്സ് തന്നെ സ്കോർ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് റീഡിങ് തന്നെയാണ്. അതല്ലാണ്ട് വേറെ ഞാൻ ഗ്രാമർ റൂൾസ് ഒക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്, ബട്ട് എന്നാൽ കൂടിയും ഞാൻ അതിനെയൊന്നും കൂടുതൽ റിവൈസ് ചെയ്തിട്ടില്ല. ആകെ ചെയ്തിരുന്നത് റീഡിങ് ചെയ്യുക, അതുപോലെ തന്നെ എഡിറ്റോറിയൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. സോ അതൊരു പ്രോ ടിപ്പാണ്. നിങ്ങൾ ബാക്കി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും റീഡിങ് ചെയ്തില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഡീമെറിറ്റ്സ് വരാനുണ്ട്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും എന്ത് ചെയ്യുക, റീഡിങ്ങിനെ സ്കിപ്പ് ചെയ്യാതെ ചെയ്യുക. എഡിറ്റോറിയൽസ് മസ്റ്റായിട്ടും ഒന്നെങ്കിൽ വീഡിയോ സോഴ്സസിൽ നിന്ന് വാച്ച് ചെയ്യുക, അതല്ല എങ്കിൽ PDF. ഓക്കെ, ഇപ്പോൾ വീഡിയോ കാണണമെന്ന് നിർബന്ധമില്ല, PDFിൽ നിന്ന് സെൽഫായിട്ട് റീഡ് ചെയ്താലും മതിയാകും. സോ റീഡിങ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സെൽഫായിട്ട് ചെയ്യുമ്പോൾ തെറ്റുകൾ സ്വയം മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 2 RCs മെയിൻസ് ലെവൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ സെക്ഷണൽ മോക്സും ചെയ്യുക. ഇംഗ്ലീഷിൽ അല്ലാതെ കൂടുതൽ തിയറീസ് ഒന്നും നമുക്ക് പഠിക്കാനില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ സെക്ഷണൽ മോക്സ് ആണ് ഇംഗ്ലീഷിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ RC കൂടാതെ വൊക്കാബ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും മെയിൻസ് ലെവലിൽ നമുക്ക് വരാം.
സോ വൊക്കാബ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ചെയ്യാനും റീഡിങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എഡിറ്റോറിയലാണ് എന്താണ് എക്സാമിനേഴ്സും പ്രിഫർ ചെയ്യുന്നത്. മീൻസ് ഹിന്ദു എഡിറ്റോറിയലിൽ നിന്നാണ് അവരും പ്രിഫർ ചെയ്യുന്നത് ഹിന്ദു എഡിറ്റോറിയലാണ്. സോ അതുകൊണ്ട് തന്നെ ഈ വൊക്കാബുകൾ നമ്മൾ എഡിറ്റോറിയൽ റീഡ് ചെയ്യുമ്പോൾ തന്നെ പല തവണ വായിച്ച് എന്ത് ചെയ്യും, മനസ്സിൽ പതിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് വേറെ ഒരു എക്സ്ട്രാ ടൈം കൊടുക്കണം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ ചെയ്യാറുമില്ല. ദെൻ ഗ്രാമർ റൂൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യുന്നത് നല്ലതാണ്. അഥവാ പഠിച്ചിട്ടില്ല എങ്കിൽ എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻസ് യൂട്യൂബിൽ നിന്ന് ക്ലാസ്സസ് കണ്ടാൽ മതിയാകും. അതല്ലാതെ ഇനിയും എറർ റൂൾസ് പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എല്ലാ ടോപ്പിക്സിനെ കുറിച്ചിട്ടും കവർ ചെയ്തു. നെക്സ്റ്റ് പറയാനുള്ളതാണ് സോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള സോഴ്സസ് ഞാൻ ഓരോ ക്ലാസ്സിനും വേണ്ടിയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇംഗ്ലീഷിന് നിങ്ങൾക്ക് റിലേ ചെയ്യാവുന്ന ആണ് നിമിഷ മാമിൻ്റെ ക്ലാസ്സസ്. അതുപോലെ തന്നെ വിശാൽ പരിഹാർ സാറിൻ്റെ ക്ലാസ്സസ് ഞാൻ കണ്ടിട്ടുണ്ട്. കൂടുതലും നിമിഷ മാമിൻ്റെ ക്ലാസ്സസ്, പെർഫെക്ഷൻ ക്ലാസ്സസ് ആണ് ഞാൻ കാണാറുള്ളത്. ഓക്കെ, ദെൻ സോഴ്സസിലോട്ട് വരുമ്പോൾ നമുക്ക് മോക്ക് സോഴ്സസ് എന്ന് പറയുന്നത് ഒലിവ് ബോർഡ് ഉണ്ട്, ദെൻ ഗൈഡ്ലി ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, സ്മാർട്ട് കീഡ ഉണ്ട്, ദെൻ പ്രാക്ടീസ് മോക്ക് ഉണ്ട്. ഇത്രയും സോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ പ്രാക്ടീസ് മോക്കിൽ ഫ്രീ ടോപ്പിക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. പ്രിലിംസ് ലെവലും മെയിൻസ് ലെവലും കിട്ടും. അതിൽ തന്നെ മെയിൻസ് ലെവൽ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം മെയിൻസ് ലെവലിന് ഫ്രീ ആയിട്ടുള്ള സോഴ്സസ് വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാക്ടീസ് മോക്കിലെ ഫ്രീ മെറ്റീരിയൽസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ദെൻ ടെക്സ്റ്റ് ബുക്കിലും ഒക്കെയും ഫ്രീ ആയിട്ട് ഒരു മോക്കൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ വേറൊരു മോക്കും പർച്ചേസ് ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഗൈഡ്ലിയുടെ മോക്കാണ്. മീൻസ് അതിൽ നമുക്ക് സെക്ഷണൽസും കിട്ടും, അതല്ലാണ്ട് മോക്ക് ടെസ്റ്റുകളും ധാരാളം കിട്ടും. വളരെ ലോ ബഡ്ജറ്റിലുള്ള മോക്സാണ് ഗൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്ഷണൽസും കിട്ടുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം അത്രയും 2 മണിക്കൂർ ഫുള്ള് എപ്പോഴും മോക്ക് ചെയ്യാൻ ടൈം കിട്ടാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ സെക്ഷണൽസ് ആയിരിക്കും അതിലേറ്റവും നല്ലത്. ഓക്കെ, ദെൻ മോക്കിൻ്റെ ഡ്യൂറേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു 1 വീക്കിൽ ഒരെണ്ണം, ഇപ്പോഴുള്ള ടൈമിൽ ഒരു വീക്കിൽ ഒരെണ്ണം ചെയ്താൽ മതിയാകും. അത് പ്രോപ്പറായിട്ട് അനലൈസും ചെയ്യണം. അതല്ലാണ്ട് സെക്ഷണൽസ് ഇന്നിപ്പോൾ ക്വാൺസ് പഠിക്കുകയാണെങ്കിൽ ക്വാൺസിൻ്റെ ഒരു സെക്ഷണൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അത് ഡീപ്പായിട്ട് അനലൈസും ചെയ്യണം. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാർക്സ് ഇമ്പ്രൂവ് ആവുന്നത് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതല്ലാണ്ട് പേഴ്സണൽ ക്വയറീസ് ഉണ്ടെങ്കിൽ മെയിൽ ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.